കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവത്തിന്റെ ചുവപ്പ് നിറം പടർത്തിയ മണ്ണാണ് ആലപ്പുഴ. കൃഷ്ണപിള്ളയും AKGയും EMSും വളർത്തിയെടുത്ത ആ പ്രസ്ഥാനത്തിന്റെ കോട്ടകളിൽ ഇപ്പോൾ വിള്ളലുകൾ വന്നിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പഴയ സഹപ്രവർത്തകനും ആലപ്പുഴയിലെ CPMന്റെ കരുത്തനുമായിരുന്ന G സുധാകരനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വർഗവഞ്ചകൻ എന്ന കടുപ്പമേറിയ പ്രയോഗത്തിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് സുധാകരന്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനാണെങ്കിലും അത് പാർട്ടിയുടെ തന്നെ വലിയൊരു വിഭാഗീയതയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അതീവ പ്രകോപിതനായാണ് പിണറായി വിജയൻ സംസാരിച്ചത്. ദശാബ്ദങ്ങളോളം പാർട്ടിക്ക് വേണ്ടി ഒരേ വേദിയിൽ നിന്നവർ ഇപ്പോൾ പരസ്പരം വിരൽ ചൂണ്ടുന്നത് അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. സുധാകരൻ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് 3 തവണ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. എന്നാൽ സുധാകരൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി വിളിച്ച കാര്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വഴി സുധാകരനെ അറിയിച്ചിട്ടും തനിക്ക് അത്തരമൊരു കോൾ വന്നില്ലെന്ന് സുധാകരൻ കള്ളം പറഞ്ഞു. ഇത് ബോധപൂർവമായ ചതിയാണെന്ന് പിണറായി കുറ്റപ്പെടുത്തുന്നു. സുധാകരന്റെ ഈ മാറ്റത്തിന് പിന്നിൽ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് വീണ്ടും സ്ഥാനാർത്ഥിയാകണമെന്ന അതിമോഹമാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. അധികാരം ലഭിക്കാത്തപ്പോൾ പാർട്ടി വിട്ടു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CC മുകുന്ദൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ എന്നിവരെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി നടത്തിയ വർഗവഞ്ചകൻ എന്ന പ്രയോഗം ചരിത്രപരമായ ഒരു അന്വേഷണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർട്ടിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് ആയുധം നൽകുമ്പോൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ കേട്ട് മിണ്ടാതിരിക്കാൻ G സുധാകരൻ എന്ന നേതാവിനാകില്ല. താൻ പ്രസ്ഥാനത്തെ ചതിച്ചിട്ടില്ല, മറിച്ച് തന്നെ പാർട്ടി പടിപടിയായി ഒതുക്കുകയായിരുന്നുവെന്ന നിലപാടിലാണ് അദ്ദേഹം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ തന്നെ സുധാകരൻ തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. അമ്പലപ്പുഴയിൽ ഒരു ജനകീയ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സുധാകരന് UDF നൽകുന്ന പിന്തുണ വലിയൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ 3ാം ഊഴം വിഫലമാകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രവചിച്ചത് CPM നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പിണറായിയുടെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി അമ്പലപ്പുഴയിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. G സുധാകരൻ വെറും ഒരു MLAയോ മന്ത്രിയോ ആയിരുന്നില്ല. ആലപ്പുഴയിലെ CPMന്റെ സംഘടനാ സംവിധാനത്തെ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ വലിയൊരു വിഭാഗം അണികൾ ഇന്നും പാർട്ടിക്കുള്ളിലുണ്ട്. സുധാകരനെ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് ഈ അണികളെ പ്രകോപിപ്പിച്ചേക്കാം. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ CPMന്റെ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ വീഴും. UDFന്റെ പിന്തുണ കൂടി ചേരുമ്പോൾ അമ്പലപ്പുഴയിൽ LDFന് വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. സുധാകരനെ അനുകൂലിക്കുന്ന പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നത് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെയും ബാധിക്കും. ചേർത്തല, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലും സുധാകരന്റെ സ്വാധീനമുണ്ട്. ഐഷ പോറ്റിയും CC മുകുന്ദനും പാർട്ടി വിട്ടത് കൊല്ലം, തൃശൂർ ജില്ലകളിൽ CPMന് തിരിച്ചടിയാണ്. എന്നാൽ ഇത്തരം കൊഴിഞ്ഞുപോക്കുകൾ സ്വാഭാവികമാണെന്നും പ്രസ്ഥാനത്തിന് ആരെയും ആശ്രയിക്കേണ്ടതില്ലെന്നുമാണ് പിണറായി വിജയന്റെ നിലപാട്. വ്യക്തികളല്ല, പ്രസ്ഥാനമാണ് വലുതെന്ന നയം ഉപയോഗിച്ച് അണികളെ പിടിച്ചു നിർത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത്. എങ്കിലും മുതിർന്ന നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി പാർട്ടി വിടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. G സുധാകരന്റെ വിമത നീക്കത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച UDF CPMന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രമാണ് പയറ്റുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നയത്തിലൂടെ സുധാകരന് പിന്തുണ നൽകുന്നതിലൂടെ അമ്പലപ്പുഴ പിടിച്ചെടുക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കൾ സുധാകരനുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഇത് രാഷ്ട്രീയ അധർമ്മമാണെന്ന് CPM ആരോപിക്കുമ്പോഴും ജയസാധ്യതയ്ക്കാണ് UDF മുൻഗണന നൽകുന്നത്. പിണറായി വിജയന്റെ വർഗവഞ്ചകൻ വിളിക്ക് ജനങ്ങൾ എന്തു മറുപടി നൽകും എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. സുധാകരന്റെ മൗനം വെടിയുന്നതോടെ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിന്റെ തുടർച്ചയെ ബാധിക്കുമോ എന്ന് നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. അമ്പലപ്പുഴയിലെ കായൽക്കാറ്റിൽ ഇപ്പോൾ വിപ്ലവ ഗാനങ്ങളല്ല, പകരം പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും രാഷ്ട്രീയ മന്ത്രങ്ങളാണ് മുഴങ്ങുന്നത്. G സുധാകരൻ എന്ന രാഷ്ട്രീയ സിംഗം പട നയിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പടനായകൻ തന്റെ കോട്ടകൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ആവേശകരമാക്കും. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നത് അമ്പലപ്പുഴയിലെ ഓരോ വോട്ടറുടെയും വിരൽത്തുമ്പിലാണ്.